ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തി നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ഒരു ന്യായവിധി ദിവസം മുൻപിൽ വരുന്നുണ്ട്. നാം പറയുന്ന ഏത് നിസ്സാര വാക്കിനും നാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതെ, ദൈവം നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ തന്നെ തിരുവെഴുത്ത് പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതെന്താണ്? എല്ലാവരെയും ന്യായം വിധിക്കും എന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് പറയുന്നത്. അതെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക്, യേശു ഈ ഭൂമിയിൽ വന്നത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്, അവൻ ക്രൂശിൽ തകർക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്നത് പാപമോചനവും നിത്യ ജീവനുമാണ്. അങ്ങനെ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇനി ശിക്ഷാവിധിയില്ല. ദൈവം നിങ്ങളുടെ ശിക്ഷാവിധി യേശുവിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇന്നു മുതൽ ദൈവ പൈതലാണ്. നിങ്ങൾ നിത്യജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ ദൈവം പേരെഴുതുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ ഒരു രക്ഷകൻ വന്നു. അവൻ നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മുടെ പാപം മുഴുവൻ ചുമന്നു. നാം മരിക്കേണ്ടതിന് പകരം യേശു നമുക്ക് പകരമായി മരിച്ചു. അവൻ മരിച്ചു എന്ന് മാത്രമല്ല, മരണത്തെ ജയിച്ച് പാപത്തെ ജയിച്ച് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തന്നെ വിശ്വസിക്കുന്നവർക്ക് പിതാവ് നൽകുന്ന വാഗ്ദത്തം പാപമോചനവും നിത്യജീവനുമാണ്. നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ പകൽ ദൈവം നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിക്കാൻ വന്ന രക്ഷകനാണ് യേശു ക്രിസ്തു. യേശുവിൽ വിശ്വസിക്കുമ്പോൾ
യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയാണ്. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ദൈവം തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് മരണമാണ്. ഈ ഭൂമിയിലെ നാം കാണുന്ന ശരീരത്തിൽ നിന്നുള്ള വേർപാടല്ല, ആ മരണമല്ല. ഇത് നിത്യ മരണമാണ്. തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന സമയം നാം നിത്യ മരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നിന്ന് നമ്മെ രക്ഷിക്കാൻ ആർക്കും കഴിയുകയില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.